ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ, ചെറിയ പെരുന്നാൾ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അതുപോലെ എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാ സുഖമായിട്ട് പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ ഫിത്തറായിരുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം. ഫിത്തറായി വാരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ സിത്തുവിൻ്റെ ഞാൻ അവിടെ നിന്നാണ് വാരിയത് കേട്ടോ. അവൻ്റെ ഷോപ്പിലാണ്, ഇവിടെ തന്നെയാണ് ഷോപ്പ്, ഇവിടെ തന്നെയാണ് ഷോപ്പ്. നമുക്ക് ഷോപ്പിൽ നിന്ന് വരാൻ കഴിയില്ലല്ലോ, അപ്പോൾ എൻ്റെ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ വാരിയത്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് ഞങ്ങളുടെ റൂമുക്കും പിന്നെ അതുപോലെ തന്നെ മരുവിനെ അറിയുന്ന മുറിഫിൻ്റെ വ്യാപാരം അറിയുന്ന കുറച്ച് പണിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ 2-3 പൊതി അങ്ങനെയൊക്കെ എല്ലാം കൊടുത്ത് ഞങ്ങൾ തീർത്ത് കൊടുക്കുന്ന കുറച്ച് തോനാക്കിയാണ് കൊടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 10-11 നേരം ഞങ്ങൾ ലുലുവിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്തെ ചായ ഒക്കെ കുടിച്ചത്. അന്ന് പൂളയും മത്തിക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പൂളയും മീൻകറിയാണ് കേട്ടോ, മത്തിയല്ല വേറെ എന്തോ ഒരു മീനിന് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ ലുലുവിലേക്ക് പോണത്. അപ്പോൾ ലുലുവിൽ നമുക്ക് സാധനം വാങ്ങാണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഞാൻ ഹൈദരാബാദി ബിരിയാണിയും പിന്നെ ഇതാണ്ട് ഈ അരിയാണ്ട് ഞാൻ വാങ്ങിയത്. ഹൈദരാബാദി ബിരിയാണിയും പിന്നെ കസ്റ്റാർഡ് പിന്നെ പായസം അടപ്പായസമാണ് ഉണ്ടാക്കിയത്. ഞാൻ ചിക്കനൊക്കെ പൊരിക്കാൻ വെച്ചിട്ട് പിന്നെ അതൊന്നും പൊരിച്ചിട്ടില്ല. അതൊക്കെ പിന്നെ അപ്പോഴത്തിന് വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. പിന്നെ മോക്ക് പമ്പേഴ്സ് വാങ്ങാണ്ട് നിന്നൂന് അത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് സലാഡ് ഇതൊക്കെയുള്ള കസ്റ്റാർഡൊക്കെയുള്ള ഫ്രൂട്ട്സ് പിന്നെ അതിലേക്കുള്ള പച്ചക്കറി പിന്നെ കസ്റ്റാർഡ് പൗഡർ പാല് പായസത്തേക്കുള്ളത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെയൊക്കെ ഇതെത്തുമ്പോഴത്തിന് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തുമ്പോഴത്തിന് 2:30 പിന്നെ ഒക്കെ ഒന്ന് ഇതായി. നമ്മൾ പിന്നെ വെറുതെ നിന്നിട്ടില്ല. അപ്പോൾ ഇത് മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല. ഓർക്ക് ഇപ്പോൾ രാത്രി ഉറക്കില്ല, ഇനി നോമ്പൊക്കെ ആയ കാരണം പിന്നെ പകലെല്ലാം ഉറങ്ങില്ല, ഓലും ഉറങ്ങണ്ടേ. അങ്ങനെ അവിടുത്തെ ഇതാ മോള് ഇതാ മൈലാഞ്ചിയൊക്കെ ഇടുകയാണ്. മോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അവൾ മൈലാഞ്ചി പ്രിയത്തിയാണ്, എപ്പോഴും മെല്ലാഞ്ചിയാണ് നടക്കും. അപ്പോൾ വാങ്ങിയത് മുതലുണ്ട് നടക്കണേ. അപ്പോൾ ബിഗ് ബി ആട്ടോ വാങ്ങിയത്. പെട്ടെന്ന് ചോന്നോളും പിന്നെ കുട്ടികളാകുമ്പോൾ തട്ടുന്ന ചോന്നോളല്ലോ, ഒരു ദിവസം നിൽക്കുള്ളൂ. വെള്ളം തട്ടി പെട്ടെന്ന് പോകുന്നാലും ഓളെ പുതുക്കി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ മോളാണ് കസ്റ്റാർഡും പാലൊക്കെ തിളപ്പിച്ച് പിന്നെ കസ്റ്റാർഡ് പൗഡർ കലക്കിങ്ങാണ്ട് അത് ഒഴിച്ച് വെക്കുക. എന്നാൽ ചൂടാറിയ ഫ്രിഡ്ജ് വെച്ചാൽ പിന്നെ അതിന് പണിയില്ലല്ലോ. അപ്പോൾ അത് ചെയ്ത്. അപ്പോൾ അത് ഞാൻ ചിക്കൻ കറി പത്തിരിയും ചിക്കൻ കറിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്, നൈസ് പത്തിരി. ഇനിയിപ്പോൾ ഞാൻ പോയാൽ അനിയനും ഒന്നും ഇത് കിട്ടൂലല്ലോ, പിന്നെ പൊടി കുറച്ചും കൂടെ ഉണ്ടായിന്. അപ്പം എന്നാൽ പത്തിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. മരുവനക്കൊക്കെ പത്തിരി ഇഷ്ടമാണ്. അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കൊക്കെ പത്തിരി ആക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പത്തിരിയും പിന്നെ പെപ്പർ ചിക്കനായിട്ട് ഉണ്ടാക്കണേ. അപ്പം പൊടിയൊക്കെ വാട്ടി കുഴച്ച് വെച്ചാണ് ഞാൻ പിന്നെ ഒന്ന് ഇതൊക്കെ സ്ഥിരം. അപ്പോൾ കാക്കൊക്കെ ഉറങ്ങുകയാണ്. കാരണം വെച്ചാൽ തലേന്ന് പോലെ ഉറങ്ങിയിട്ട് രാത്രിയാണ് എനിക്ക് പണി ആയതുകൊണ്ട് എനിക്ക് ഉറങ്ങാനായിട്ട് കഴിയില്ല, പകൽ ഉറങ്ങാനും പറ്റിയില്ല. അപ്പോൾ ഉറക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ഉറങ്ങിക്കോളിന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സ്ഥിരമൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ പത്തിരിപ്പൊടി വാട്ടി കുഴച്ച് പരത്തിയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഒരു നീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് സുബി ഒരു പിന്നെ ഇവിടെ നാട്ടെ നിസ്കരിച്ചത്. നിസ്കരിച്ച് വിടുമ്പോൾ ഇറങ്ങാണ് ജമാഅത്ത് കഴിഞ്ഞിന് പള്ളിയിൽ നിന്ന്. അപ്പം പിന്നെ ഒരു പോവാണ്. ആയിക്കോട്ടെ. ഓലാണ്ട് പോയാലും പിന്നെ ഞാൻ വേഗം സുബിൻസ്കാരൊക്കെ കഴിച്ച് വന്നുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ് കുഞ്ഞുമോനും വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അനിയനാട്ടോ കുഞ്ഞുമോന്. ഓന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് ചായ ഒന്ന് കുടിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയി ഉറങ്ങാമല്ലോ എന്ന്. അപ്പോൾ ഓന് വന്ന് പത്തിരിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വന്ന് ഓന് ചായയൊക്കെ കുടിച്ച് ഒരു പോയിട്ടോ. പോയി ഇവരൊക്കെ കന്നു. പിന്നെ ഞാൻ പിന്നെ ചിക്കനിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഹൈദരാബാദി ബിരിയാണിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിനി. അപ്പോൾ അതൊക്കെ കുഴച്ച് വെച്ചിട്ട് പിന്നെ എനിക്ക് പോയാണ്ട് വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് പെരുന്നാൾ നിസ്കരിക്കല്ലോ എന്ന് വിചാരിച്ചാണ്ട് വേഗം അതൊക്കെ കുഴച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാം കട്ട് ചെയ്യലും ഇതിന് മെയിനായിട്ട് ഉള്ളി പൊരിച്ച് ഇടണമല്ലോ, പിന്നെ സവാള. അപ്പോൾ അതൊക്കെ പൊരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടാണ് ചാടിക്കാനൊക്കെ പോയത്. ഇനി ഇതൊക്കെ ഒന്ന് കുഴച്ചങ്ങാണ്ട് പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തങ്ങാണ്ട് പിന്നെ കുളിച്ച് നിസ്കരിക്കാമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ ചിക്കൻ പൊരിക്കാനും കായം തേക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതിനുള്ള കായൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പൊരിച്ചിട്ടില്ല. ഇനി സാരില്ല പിന്നെ പൊരിക്കാന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കാക്കനോട് പറഞ്ഞു ഇപ്പോൾ പൊരിക്കണില്ല, ചിക്കൻ പൊരിക്കണില്ല, എന്നാൽ സാരില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞ്.
അത് ഒരു ഫുഡ് വാങ്ങാം, നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രീ ആയിക്കോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അത് ഇട്ടില്ല, പെരുന്നാളിന് നമുക്ക് ഉണ്ടാക്കാം, പെരുന്നാൾ പിറ്റേന്ന് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പോയി കഴിച്ചും ചെയ്തിട്ടോ പിറ്റേന്ന്. ആ വീഡിയോ പിന്നെ എടുത്തിട്ടൊന്നുമില്ല. അന്ന് പിന്നെ ഉണ്ടാക്കുക, പെരുന്നാൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നല്ല രസം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടപ്പോൾ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പം പിറ്റേന്ന് പിന്നെ പുറത്ത് പോയി കഴിച്ചു. അപ്പോൾ ഞാൻ ഉറങ്ങിയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെ ഒന്ന് കുഴച്ച് വെച്ച് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്ന് ഉറങ്ങല്ലോ വിചാരിച്ചിട്ട് വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് കുഴച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയത്. ഇതിപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. റെസ്റ്റ് ചെയ്ത് തന്നെ ചിക്കനും പെട്ടെന്ന് വെന്തും കിട്ടിക്കോളും. പിന്നെ മെയിനായിട്ട് ഇതിന് മസാല ആണല്ലോ ആ ഇത് വരേണ്ടത്, ടേസ്റ്റ് വരേണ്ടത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, 1-2 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ രസമായിട്ടുണ്ട് എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ധൈര്യത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് നെയ്യ്, RKG എൻ്റെ അടുത്തുണ്ടായിന്, RKG നെയ്യൊക്കെ വെച്ചിങ്ങാണ്ട് ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ചുമ ഉണ്ട് കേട്ടോ, അതാണ് കേട്ടോ അയാൾക്ക് ചുമക്കണത്, വോയിസ് ഓവർ കൊടുക്കുന്നതിലാണ് ചുമ വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാനൊക്കെ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചാണ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ചിക്കനൊക്കെ കഴിക്കണം. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ വിചാരിച്ച് പിന്നെ എന്നാൽ കുറച്ച് ഉറങ്ങി നീക്കട്ടെ എന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ഒരു 9:30 ആകുമ്പോൾ തന്നെ വന്ന് കിടന്ന് 1 മണിക്ക് അലാറം വെച്ചുകൊണ്ട് വന്ന് കിടന്നീനി. പിന്നെ എനിക്ക് ഉറക്കിട്ടില്ല, ഇത് പണി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരിയാവില്ല, ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ വെച്ച് പിന്നെ പോയി ഞാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ മസാല വേവിച്ച് പിന്നെ വെള്ളം വെച്ച് അരിയൊക്കെ വെള്ളത്തിട്ട് ചീനി ഒരു 1/2 മണിക്കൂർ അതൊക്കെ ഇട്ട് അരിയൊക്കെ താളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റ പാക്കറ്റ് വാങ്ങിയിട്ടുള്ളൂ, എല്ലാവർക്കും ഓരോ ചില ഗ്ലാസ് വന്ന് പുതുക്കി കുടിക്കുക എന്നുള്ളതിൽ. പിന്നെ കസ്റ്റാർഡ് ഉണ്ടല്ലോ, അപ്പോൾ കസ്റ്റാർഡ് ഉണ്ടെങ്കിൽ ഇതിനെ പായസം എന്നൊക്കെ പറയുന്നത്, ഞാനുള്ള പെരുന്നാളല്ലേ എന്നും പറഞ്ഞാണ് ഞാൻ അതൊക്കെ ആക്കിയതാണ്. അങ്ങനെ അതൊക്കെ ദമ്മിട്ട് നോക്കണ്ട കേട്ടോ, അത് നല്ല അത് വെക്കില്ല. ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതാക്കിക്കണേ, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ വെച്ചതാണ്. പിന്നെ ഞാൻ കിടക്കാനൊക്കെ പോയില്ല, ആരും നല്ല ഉറക്കേനി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 11 മണിക്ക് 10:45 കഴിഞ്ഞിരിക്കുന്നു കിടക്കുമ്പോൾ. അങ്ങനെ 2 മണിക്ക് അലാറം വെച്ച് നീച്ചിട്ടോ. നീച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് പിന്നെ ചോറൊക്കെ വിളമ്പാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ചോറിന് ഒരു വേവ് കുറവുണ്ടായിപ്പോയി. ഒന്നും കൂടെ ഒരു എന്താ പറയുക, 1 മിനിറ്റും കൂടെ ഒന്ന് വെന്താൽ സെറ്റായിന് കേട്ടോ. പിന്നെ അധികം വേവുന്നത് പറ്റില്ല, ഈ ഹൈദരാബാദ് ബിരിയാണിക്കാലും മന്തി പോലത്തെ ഒക്കെ ഇതിനാലും നമ്മൾ അധികം വേവിന് പറ്റൂലല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് അങ്ങോട്ട് ഊറ്റിയത് ഇനി എന്നാലും പിന്നെ കുഴപ്പമൊന്നുമില്ല, മസാലയൊക്കെ വെച്ച് തിന്നുമ്പോൾ ഒന്നും കുഴപ്പമില്ല, മസാല നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. ചോറിൻ്റെ ഇത്തിരി വേവ് കുറവ് ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിടത്തോളം രസമായിരുന്നു, അതാണ് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കാൻ നിന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞുമോനും വന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പലതിന് തലവെട്ടുപള്ളി ഉണ്ട്, അതിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്, നല്ല രസമാണ് ഫോട്ടോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമോന്. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. കുഞ്ഞുമോൾ എന്തോ കലിപ്പിലാണ്. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെയാണത്, എല്ലാ ദൂരമൊന്നുമില്ല. പിന്നെ എല്ലാവരും അവിടെ കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിച്ചാലും പിന്നെ ഞങ്ങൾ പിറ്റേന്നാണ് ഞങ്ങൾ മാളിൽ ഒക്കെ പോയത്. അന്ന് പിന്നെ സിത്തൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ്. പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടില്ല, ഇതാണ് ആ പള്ളി കേട്ടോ. അതിൻ്റേതായിട്ടൊരു വീഡിയോ ഒന്നും ഞാൻ പിന്നെ അന്ന് പിറ്റേന്ന് എടുത്തിട്ടില്ല, സ്റ്റോറേജ് ഫുള്ളായി നിൽക്കുക ഫോണിൽ. കുറേ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല സ്ഥലമാണ്, നല്ല ഇവിടെ അങ്ങനെ ഒരു വെള്ളം ഒക്കെ പോലെ അങ്ങനെ ആക്കി വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു പുഴ പോലെ തോന്നും. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ ക്ലിയർ നോക്കി കാണുന്നില്ല. അപ്പോൾ കാക്കാരോ കോളെന്നിപ്പോൾ അങ്ങനെ ഫോണിലാണ്. ഞാനും എൻ്റെ ആങ്ങളെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് അപാരത കാണാം. അത് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഒറ്റയ്ക്ക് കുഞ്ഞുമോനൊറ്റയ്ക്ക്, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളത് ഇങ്ങനെ അങ്ങനെ തന്നെയാണ്. മക്കളെ വിളിച്ചോടത്തൊന്നും കിട്ടണില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ മക്കളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഡ്രസ്സായിട്ടൊന്നും ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പം അങ്ങനെ അതിൽ ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
കാക്കക്ക് ഷർട്ട് ഞാൻ വരുമ്പം കൊണ്ടുവന്നതാണ്. പിന്നെ പാൻറ്റ് പിന്നെ ഇവിടുന്ന് വാങ്ങി. എൻ്റെ ചുരിദാറും ഞാൻ വരുമ്പം കൊണ്ടുവന്നതാട്ടോ. മോള് പിന്നെ ഇട്ടത് നമുക്ക് കുർത്തിയും പാൻറ്റും ഉണ്ട്, അതാണ് ഇതിൻ്റെ അടിയിലിട്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പിന്നെ സെൽഫിയൊക്കെ എടുത്ത് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇന്നോൻ്റെ കുറച്ച് വീഡിയോസൊക്കെ മോക്ക് എടുക്കാണ്ടേനി. അപ്പോൾ ഇതാ ഓരോരുത്തർ ഫോട്ടോസ് ഇതങ്ങനെ കണ്ടോളി. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഡ്രസ്സുകളും മോളതൊക്കെ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.